الرحيم الحمد لله رب العالمين عن قتادة رضي الله عنه أن أنس رضي الله عنه قال أن النبي صلى الله عليه وسلم قال هذا جبل يحبنا ونحبه صدق رسول الله صلى الله عليه وسلم. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ഇറക്കിയത് ജീവി വർഗങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അജീവ വർഗങ്ങൾ വരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് എന്നതിനുള്ള വലിയ തെളിവാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും തബൂക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് മദീനയുടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നാലിന്ന മലയുടെ മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഹാദാ ജബലി യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഈ മലയെ ഞാൻ ഈ മലയെയും സ്നേഹിച്ചിട്ടുണ്ടെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത്രമേൽ ആ ഉഹുദ് എന്ന് പറയുന്ന പർവ്വതത്തിന് മുത്തുനബിയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ മാത്രം എന്താണ് ചെയ്തത്? മജ്ജയും മാംസവുമില്ലാത്ത വെറും 8 കിലോമീറ്ററുകളോളം വിസ്തീർണമുള്ള നീളമുള്ള ഈ ഉഹുദ് ചെയ്തെന്തായിരുന്നു? ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുനും കൂടി എല്ലാവരും കൂടി ഉഹദ് സന്ദർശിക്കാൻ വേണ്ടി പോവുകയും അവിടെ എത്തിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ സന്ദർശിക്കാൻ വന്നതെന്ന് കരുതി സന്തോഷം കൊണ്ട് ഉഹുദങ്ങ് കുലുങ്ങുകയാണുണ്ടായത്. ഈ കുലുക്കം കണ്ട സ്വഹാബത്ത് ഭയവിഹ്വലരായ മുഖം കണ്ടപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉസ്കുനിയ ഉഹദ്, ഓ ഉഹദേ ഒന്ന് അടങ്ങണം ഉഹദേ, വ ഇന്നമാ അലൈക നബിയുൻ വ സിദ്ദീഖും വ ഷാഹിദാൻ, തീർച്ചയായും എൻ്റെ മുകളിലുള്ളത് ഒരു നബിയും ഒരു സിദ്ദീഖും 2 ശുഹദാക്കളാകാൻ പോകുന്ന ആളുകളാണ്. അവരൊക്കെ ഭയവിഹ്വലരായി നിൽക്കുകയാണ്. നീയൊന്ന് അടങ്ങണം ഉഹദേ എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞതല്ലേ എന്ന് കരുതി ഉഹുദ് അവിടെ അടങ്ങുകയാണുണ്ടായത്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹുദിനെയും ഉഹുദ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇഷ്ടം വെക്കാനുണ്ടായ കാരണം. ആയതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ മജ്ജയും മാംസവുമുള്ളവരാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഇസ്തിതാഅത്ത് ചെയ്യലിലൂടെ, ഹബീബായ തങ്ങൾ പറഞ്ഞതിനെ കേൾക്കലിലൂടെ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾക്ക് എത്തിപ്പെടാൻ കഴിയും. ഈ റബീഉൽ അവ്വൽ കഴിയുമ്പോഴേക്ക് ഓരോ മുഅ്മിനായ മനുഷ്യനും എടുക്കേണ്ട ഒരു തീരുമാനം, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സുന്നത്തിനെ പുതുതായി ചെയ്യും. ളുഹാ നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ളുഹാ നിസ്കാരം ഞാൻ തുടങ്ങും. താടി വെക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഞാൻ താടി വെക്കാൻ തുടങ്ങുകയാണ്. അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു സുന്നത്തെങ്കിലും ഈ റബീഉൽ അവ്വൽ കഴിയുമ്പോഴേക്ക് മുത്തുനബിയോട് പറയാൻ നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു